കൊട്ടിക്കലാശവും പ്രചാരണ ആവേശവും കഴിഞ്ഞ് ജനവിധി തേടിയിരിക്കുകയാണ് നിലമ്പൂർ. ഇടതു സ്വതന്ത്രനായിരുന്ന PV അൻവർ MLA സ്ഥാനം രാജിവെച്ച് ഇറങ്ങിയതു മുതൽ നിലമ്പൂർ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ കഥാവഴിയിലെ വലിയ ടിസ്റ്റുകൾക്കാണ് രാഷ്ട്രീയ കേരളം സാക്ഷിയായത്. സംസ്ഥാനം മാവോയിസ്റ്റ് വിമുക്തമാക്കിയെന്ന് പ്രഖ്യാപിച്ചതിനു പിന്നാലെ നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കൂടിയാണ് നിലമ്പൂരിലേത്. 2,32,000-ലേറെ വോട്ടർമാരാണ് നിലമ്പൂരിലുള്ളത്. 7 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയും അടങ്ങുന്ന കർഷകരും കുടിയേറ്റ ജനതയും ചെറുകിട വ്യാപാരികളും ആദിവാസികളും ഉൾപ്പെട്ട മലയോര മേഖലയാണ് നിലമ്പൂർ. 2021 ഏപ്രിൽ 6-നാണ് കഴിഞ്ഞ നിയമസഭാ പൊതുതിരഞ്ഞെടുപ്പ് നടന്നത്. 2026-ൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് ഒരു വർഷം പോലും ഇനി തികച്ചില്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യം ലഭിച്ചതും അതുകൊണ്ട് തന്നെയാണ്. പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ വർണ്ണാഭ മാറും മുൻപാണ് നിലമ്പൂരിൽ നിന്നുള്ള കിക്ക് ഓഫ് ആരംഭിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിനും നിയമസഭയിലേക്കുള്ള രാഷ്ട്രീയ പോരാട്ടത്തിന്റെ റിഫ്ലക്ഷൻ കൂടിയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. ഇടതുപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ശക്തമായ സ്വാധീനമുള്ള നിയമസഭാ മണ്ഡലമാണ് നിലമ്പൂർ. 3ാം അംഗത്തിന് തയ്യാറെടുക്കുന്ന പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ ഒരു വലിയ നിർണായക ഘടകമാണ്. ഭരണവിരുദ്ധ വികാരം ഉയർത്തിപ്പിടിക്കാനും ഭരണപക്ഷത്തിന്റെ പോരായ്മകളെയും വീഴ്ചകളെയും നിലമ്പൂരിലൂടെ കേരള സമൂഹത്തിന്റെ മുമ്പാകെ വെക്കാനുള്ള അവസരം കൂടിയായിരുന്നു പ്രതിപക്ഷത്തിന് ഇത്. എന്നാൽ അവയൊക്കെ കൃത്യമായി പ്രചാരണത്തിന്റെ ഭാഗമാക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ടോ എന്നതും ചോദ്യമാണ്. ഭരണപക്ഷത്തിനാകട്ടെ സ്വന്തം നേട്ടങ്ങളെ വോട്ടാക്കാനുള്ള വേദിയായിരുന്നു നിലമ്പൂർ. വിവാദങ്ങളുടെ പെരുമഴയാണ് തുടക്കം മുതൽ നിലമ്പൂരിൽ പെയ്തിറങ്ങിയത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ കാലം അടയാളപ്പെടുത്തിയത് ജനാധിപത്യ സംവാദങ്ങളോ ഭരണപക്ഷ മുന്നണികളുടെ വാദപ്രതിവാദങ്ങളോ അല്ല, മറിച്ച് വർഗീയതയും രാഷ്ട്രീയ നാടകങ്ങളുമാണ്. സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ പോലും ഭരണപക്ഷവും പ്രതിപക്ഷവും മുന്നോട്ട് വെച്ചത് ആവനാഴിയിലെ മികച്ച അമ്പുകൾ തന്നെയായിരുന്നു. അതിന് തെളിവായിരുന്നു ഇരുവിഭാഗത്തിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും അതിന് ലഭിച്ച സ്വീകാര്യതയും. തൃക്കാക്കരയിലും പാലക്കാട്ടും ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച കോൺഗ്രസ് അടുത്ത ഭരണം ലക്ഷ്യമിട്ടാണ് നിലമ്പൂരിൽ 34 വർഷം MLA ആയിരുന്ന ആര്യാടൻ മുഹമ്മദിന്റെ മകനും KPCC ജനറൽ സെക്രട്ടറിയുമായിരുന്ന ആര്യാടൻ ഷൗക്കത്തിനെ രംഗത്തിറക്കിയത്. AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയുടെ ലോക്സഭാ മണ്ഡലമായ വയനാട്ടിലെ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിന്റെ വിജയം ഹൈക്കമാൻഡിനും ഏറെ പ്രധാനപ്പെട്ടതാണ്. വ്യക്തിപരമായി പറഞ്ഞാൽ രാഷ്ട്രീയത്തിനപ്പുറത്ത് സാംസ്കാരിക രംഗത്തും സിനിമാ രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ചതും നിലമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റും നഗരസഭ ചെയർമാനുമായിരിക്കെ ദേശീയ തലത്തിൽ നടപ്പാക്കിയ ശ്രദ്ധേയമായ പദ്ധതികളുടെ മികവുമാണ് ആര്യാടൻ ഷൗക്കത്തിന് അവകാശപ്പെടാനുള്ളത്. PV അൻവർ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ നൽകിയ പത്രിക തള്ളിപ്പോയിരുന്നു. 10 പേരുടെ ഒപ്പിന് പകരം 8 പേരുടെ ഒപ്പ് മാത്രമായിരുന്നു ഇതിന് കാരണം. ഇത് മനഃപൂർവ്വമാണെന്ന് ആരോപണമുയർന്നു. പിന്നീട് അദ്ദേഹം സ്വതന്ത്രനായി നിന്നു. ഇതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ PV അൻവറിന്റെ വീട്ടിലെത്തി ചർച്ച നടന്നതും വിവാദത്തിന് എരിവ് പകർന്നു. എന്നാൽ സാമുദായിക സമവാക്യമാണ് കോൺഗ്രസ് ഇവിടെ പരിഗണിച്ചത്. കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള മുസ്ലിം ഭൂരിപക്ഷമായ 6 ജില്ലകൾ ഉൾപ്പെടുന്ന മലബാറിൽ ഹിന്ദു വിഭാഗത്തിൽ നിന്നുള്ള കോൺഗ്രസ് MLA-മാർ ബാലകൃഷ്ണനും AP അനിൽകുമാറും രാഹുൽ മാങ്കൂട്ടത്തിലുമാണ്. ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് കണ്ണൂർ ഇരിക്കൂറിൽ നിന്നും സജീവ് ജോസഫും പേരാവൂരിൽ നിന്ന് സണ്ണി ജോസഫുമാണ്. മുസ്ലിം വിഭാഗത്തിൽ നിന്ന് MLA ആയിട്ടുള്ളത് T സിദ്ദിഖും ഷാഫി പറമ്പിലുമാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കുകയും ചെയ്തതോടെ മലബാറിലെ കോൺഗ്രസിന്റെ പ്രാതിനിധ്യം 2-ൽ നിന്ന് 1 കുറഞ്ഞു. മലപ്പുറത്ത് ആര്യാടൻ ഷൗക്കത്തിനെ മത്സരിപ്പിക്കുന്നതോടെ മുസ്ലിം പ്രാതിനിധ്യം തിരിച്ചുപിടിക്കാമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. നിലമ്പൂരിലെ സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷമായിരുന്നു ഷൗക്കത്തിനെതിരായി DYFI SFI മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന M സ്വരാജിനെ രംഗത്തിറക്കിയത്. സ്വരാജിലൂടെ നിലമ്പൂരിൽ മാത്രമല്ല കേരളത്തിന്റെ ഭരണ തുടർച്ചയാണ് ഇടതുമുന്നണി സ്വപ്നം കാണുന്നത്. എന്നാൽ സ്വതന്ത്രനായി മത്സരിച്ച് വീണ്ടും കരുത്ത് തെളിയിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് PV അൻവർ. തെരഞ്ഞെടുപ്പ് വിജയത്തിനായി ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയടക്കം തേടുന്ന വർഗീയതയെ എതിർക്കുന്ന കേരളത്തിന്റെ വർഗീയ രാഷ്ട്രീയത്തിന്റെ ന്യൂ മോഡലും നിലമ്പൂരിൽ കാണാൻ കഴിയുന്നുണ്ട്. മലപ്പുറത്തെ സ്വർണ്ണക്കടത്ത് ഹവാല ഇടപാടുകളിലെ പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുവെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ദ ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖത്തിലെ പരാമർശവുമടക്കം പൊടി തട്ടിയെടുത്ത് പ്രതിപക്ഷം നിലമ്പൂരിൽ ചർച്ചയാക്കിയപ്പോൾ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ ക്ഷേമ പെൻഷൻ പ്രസ്താവനയാണ് LDF ആയുധമാക്കിയത്. മലപ്പുറം വിരുദ്ധ പരാമർശങ്ങൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഏറ്റുപിടിച്ചതോടെ കാര്യങ്ങൾ പിന്നെയും വഷളായി. UDF-ന് പുറത്തുള്ള ന്യൂനപക്ഷ വോട്ടുകളും സ്വാധീനിക്കാൻ കോൺഗ്രസ് ലക്ഷ്യമിട്ടപ്പോൾ ക്ഷേമ പെൻഷൻ തടയാൻ ശ്രമിക്കുന്നെന്ന പ്രചാരണത്തിലൂടെയായിരുന്നു LDF-ന്റെ കണ്ണു പതിഞ്ഞത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം നിലമ്പൂരിൽ കോൺഗ്രസ് ചർച്ചയാക്കിയ മറ്റൊന്നാണ് പെട്ടി വിവാദം. തുടരെയുള്ള ഇത്തരം രാഷ്ട്രീയ വിവാദങ്ങൾ നിലമ്പൂരിൽ ചർച്ച ചെയ്യുമ്പോൾ ഇത്തരം രാഷ്ട്രീയ വിവാദങ്ങളായിരുന്നു യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ടത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. ന്യൂസ് ഡെസ്ക് IBN മലയാളം.